ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു നല്ല വൈഫിന് വേണ്ട ക്വാളിറ്റീസ് ആണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തിയുമായി ഏർപ്പെട്ടു, അപ്പോൾ ആ ഒരു വ്യക്തിക്ക് വേണ്ട നല്ലൊരു ക്വാളിറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കണ്ട, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത് ക്യാഷ് ഫ്യൂച്ചറിലോട്ട് വേണ്ടി സേവ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഈ ഒരു ആൾക്കാർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില സ്ത്രീകൾ ഉണ്ടാവും, അവരൊട്ടും ക്യാഷ് സേവ് ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കില്ല. അവർ മാക്സിമം അവർക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു മൂഡിലായിരിക്കും ഉണ്ടാവുക. അവരൊരിക്കലും ഇത് ഫ്യൂച്ചറിലോട്ട് വേണം, ഫ്യൂച്ചറിലോട്ട് ഇനി ഒരുപാട് ആവശ്യങ്ങൾ വരും എന്നുള്ള കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കുന്നുണ്ടാവില്ല. അവർക്ക് മാക്സിമം ഇപ്പോൾ അടിച്ചു പൊളിക്കണം, ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ കൂടുതലായിട്ട് ക്യാഷ് ചിലവാക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ വൈഫോ അല്ലെങ്കിൽ നിങ്ങളെ പാർട്ട്ണർ, ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ഒരു പാർട്ട്ണർ നിങ്ങളോട് വന്ന് പറയാണ് ക്യാഷ് ഇങ്ങനെ ഓവറായിട്ട് ചിലവാക്കണ്ട, അത് നമുക്ക് ഫ്യൂച്ചറിലോട്ട് ആവശ്യം വരും എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ലൊരു വൈഫിന് വേണ്ട ഒരു ക്വാളിറ്റി തന്നെയാണ്. ഇതിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആയിരിക്കുമ്പോഴാണ് നിങ്ങളെ പാർട്ട്ണർ ഇങ്ങനെ പറയുന്നു എന്നുണ്ടെങ്കിൽ അവർ ഫ്യൂച്ചറിലും ഇനി നിങ്ങളെ വൈഫായി കഴിഞ്ഞാലും അവർ ഇങ്ങനെ തന്നെയായിരിക്കും ബിഹേവ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി നല്ലൊരു വൈഫിന് വേണ്ട ക്വാളിറ്റിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് നിങ്ങൾ ആരുടെയെങ്കിലും ഒരു സ്വഭാവത്തിൽ കാണുന്നുണ്ടെങ്കിൽ തന്നെ അവർ നല്ലൊരു വൈഫാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താൻ പറ്റും. സെക്കൻഡ് പോയിന്റ് ആയിട്ട് വരുന്നത്, ചില സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അവർ ഒരു ഫാൻറ്റസി ലോകത്തായിരിക്കും. അവർ മാരേജിന് ശേഷം അതുപോലെ തന്നെ മാരേജിന് മുമ്പും ആ ഒരു ഫാൻറ്റസി ലോകത്തായിരിക്കും. മാക്സിമം നമുക്ക് അവിടെ പോകണം, നമുക്ക് ഇവിടെ പോകണം, ഇന്ന സ്ഥലത്ത് പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കും അവരുണ്ടാവുക. അപ്പോൾ ചില സ്ത്രീകളുണ്ടാവും, അവർ കൂടുതൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫായിരിക്കും അവരവരുടെ മാരേജ് ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്വഭാവ ഗുണമുള്ളവരാരെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല വൈഫിന് വേണ്ട ഒരു ഗുണം തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ ഈ ഒരു ഇതിൽ ആരും അങ്ങനെ ഒരു പീസ്ഫുൾ ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കില്ല. മാക്സിമം നമുക്ക് അടിച്ചു പൊളിച്ച് ആ ഒരു ലെവലിലായിരിക്കും എല്ലാവരും നിൽക്കുന്നുണ്ടാവുക. മറിച്ച് നമുക്കൊരു പീസ്ഫുൾ ലൈഫ് വേണം, നമുക്കൊരു സമാധാനം വേണം ലൈഫിൽ, ഒന്നിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് നല്ലൊരു രീതിയിൽ നല്ലൊരു സമാധാനത്തോടു കൂടി മുമ്പോട്ട് പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾ നിങ്ങളുടെ വൈഫിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അത് വളരെ നല്ലൊരു സ്വഭാവമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. തേർഡ് പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങളുടെ പരാജയങ്ങളൊക്കെ അവരവരുടെയും പരാജയങ്ങളായിട്ട് കാണും എന്നുള്ളതാണ്. ഇപ്പോഴുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെ കാണാനായിട്ട് പറ്റില്ല. കാരണം ഇപ്പോൾ കൂടുതലും അവരവർ സ്വയം അവരുടെ കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് പോവുക എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. നേരെ മറിച്ച് നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സ്വഭാവ ഗുണങ്ങൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും നിങ്ങളെ ലൈഫിൽ നിങ്ങളെ വിട്ടു പോവില്ല. നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലും അവർ നിങ്ങളെ കൂടെ ഉണ്ടാവും. നിങ്ങളെ വിഷമത്തിലാണെങ്കിലും നിങ്ങൾക്കിപ്പോൾ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിലും എല്ലാം അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ളൊരു സ്വഭാവ ഗുണങ്ങൾ നിങ്ങൾ ആരുടെയെങ്കിലും ഒരു ഇതിൽ കാണുന്നുണ്ടെങ്കിൽ അവർ നല്ലൊരു വൈഫാണ് അല്ലെങ്കിൽ അവർ നല്ലൊരു പാർട്ട്ണർ ആണെന്നുള്ള കാര്യം നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഏറ്റവും ലാസ്റ്റും അതുപോലെ തന്നെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നിങ്ങളുടെ കുറവുകളെ അവർ ഒരിക്കലും കളിയാക്കില്ല എന്നുള്ളതാണ്. ഈ ഒരു പോയിന്റ് നമുക്ക് എല്ലാവരുടെയും ക്യാരക്ടർ കാണാൻ പറ്റും എന്നുള്ളതല്ല, പക്ഷെ ചിലരുടെയെങ്കിലും സ്വഭാവത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കാണാനായിട്ട് പറ്റും. നമ്മുടെ പാർട്ട്ണറിന് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് അവരെ കളിയാക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വീക്ക് പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അത് പറഞ്ഞ് അവരെ കളിയാക്കുക. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരിക്കലും നല്ലൊരു വൈഫിൻ്റെ ഒരു ക്വാളിറ്റി ആണെന്ന് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ മാരേജ് ലൈഫിലൊക്കെ ഈ ഹസ്ബൻഡ് വൈഫിന് മുമ്പിൽ വെച്ച് കരയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവർക്ക് ഒന്നാമതായി യാതൊരു മടി ഉണ്ടാവില്ല. കാരണം അവർ അത്രയും ഓപ്പൺ ആയിരിക്കും ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട്. കാരണം അവരത്രയും സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കാം, തമ്മിൽ പരസ്പരം മനസ്സിലാക്കുന്ന വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് കരയാനും പ്രത്യേകിച്ച് യാതൊരു മടി കാണില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ കരയുന്ന സമയത്തും നിങ്ങളെ നല്ലൊരു രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കാത്തുള്ളൊരു മൈൻഡ് സെറ്റാണ് അപ്പുറത്തൊരു പേഴ്സണിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് വളരെ നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.